മുഗൾ ചക്രവർത്തി ഹുമയൂണിന്റെ ശവകുടീരമാണ് ദില്ലിയിൽ സ്ഥിതി ചെയ്യുന്ന ഹുമയൂണിന്റെ ശവകുടീരം ഹുമയൂൺ ടോംബ് എന്നറിയപ്പെടുന്നത്. ഡൽഹിയിലെ കിഴക്കേ നിസാമുദ്ദീൻ പ്രദേശത്താണ് മുഗൾ വാസ്തുശൈലിയിലുള്ള ഈ കെട്ടിട സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ തുടർന്നുണ്ടായ വൻ പാലായന സമയത്ത് ഈ ശവകുടീരം ഒരു ദുരിതാശ്വാസ കേന്ദ്രമായി. പ്രധാന കെട്ടിടത്തിന്റെ മധ്യഭാഗത്തുള്ള വിശാലമായ തളത്തിൽ ഹുമയൂണിന്റെ കല്ലറ സ്ഥിതി ചെയ്യുന്നു. ഈ കെട്ടിടത്തിന്റെ ചുറ്റുമായുള്ള മുറികളിൽ മറ്റു മുഗൾ പ്രമുഖരുടെ കല്ലറകളുമുണ്ട്. 1565-70 കാലഘട്ടത്തിൽ പണിതീർത്ത ഈ സ്മാരകത്തിൽ ഇന്ത്യൻ വാസ്തുശില്പ രീതിയിൽ പേർഷ്യൻ രീതിയുടെയും സങ്കലനമാണ് ദർശിക്കാനാവും. യുനെസ്കോയുടെയും ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ശവകുടീരത്തിന്റെ ഇത്തരത്തിലുള്ള വാസ്തുശില്പി ഇന്ത്യയിൽ ആദ്യത്തേതാണ്. അടുത്തതായി ഞങ്ങൾ പോയത് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാറാണ് കുത്തുബ് മിനാർ. ഇന്ത്യ ഇസ്ലാമിക് വാസ്തുശില്പിക്ക് ഒരു ഉത്തമോദാഹരണമാണ് ഈ ഗോപുരം. ദക്ഷിണ ദില്ലിയിലെ മെഹ്റോളിയിലെ കുത്തുബ് സമുച്ചയത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെയും ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ കുത്തുബ് മിനാറും 72.5 മീറ്റർ 237.8 അടി ഉയരമുള്ള ഈ ഗോപുരത്തിന്റെ മുകളിലേക്ക് കയറുന്നതിന് 399 പടികളുണ്ട്. 1199 ദില്ലി സുൽത്താനായിരുന്ന ഖുതുബുദ്ദീൻ ഐബക്കാണ് ഈ മിനാരത്തിന്റെ ആദ്യ നില പണി കഴിപ്പിച്ചത്. സുൽത്താൻ ഇൽതുമിഷ് 1229 മറ്റു നിലകളുടെ പണികളും പൂർത്തീകരിച്ചു. ഇടിമിന്നൽ മൂലവും ഭൂകമ്പം മൂലവും മിനാറിന് പലപ്പോഴും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ദില്ലി സുൽത്താൻമാരായിരുന്ന അലാവുദ്ദീൻ ഖിൽജി, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്, ഇബ്രാഹിം ലോധി എന്നിവരുടെ കാലത്ത് മിനാറിന്റെ കേടുപാടുകൾ തീർത്തിട്ടുണ്ട്. ഖുതുബുദ്ദീൻ ഐബക്ക് പണിത ആദ്യ നിലയുടെ ചുമരിൽ അറബി വാചകങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. യാത്രകൾ തുടരുന്നു.